ഓ അല്ല പൊട്ടുന്നല്ലേ അമ്മ. ഏട്ടാ വിക്സ് ഇത്തിരി പുരട്ടി തരട്ടെ. അവന് മൈഗ്രെയിൻ വന്ന എങ്ങനെയാണ് നിനക്ക് അറിഞ്ഞൂടെ? അവനെന്നല്ല ആർക്ക് വന്നാലും സഹിക്കാൻ പറ്റത്തില്ല, അറിയാമോ? അവന്റെ അസുഖത്തിൻ്റെതാ. ഞാൻ എന്ത് ചെയ്യും? ദൈവമേ. സഹിക്കാൻ പറ്റും. ഒരു ചായ എടുത്താലോ? എനിക്ക് വേണ്ട മക്കളെ, ഞാൻ ഇപ്പൊ കുടിച്ചതല്ലേ ഉള്ളൂ. അമ്മയ്ക്കല്ല, ഏട്ടനൊരു ചായ കൊടുത്താലോ? അവനും ഇപ്പോഴും കുടിച്ചതല്ലേ ഉള്ളൂ, ഇനി ഒരു ഇത്തിരി കഴിഞ്ഞു മതി. ഒന്ന് മയങ്ങട്ട്, മയങ്ങി കഴിയുമ്പോൾ ഒന്ന് കുറയുന്നെങ്കിൽ അല്ലേ. ഓ എൻ്റെ പൊന്നെ, എന്തൊരു ദേഷ്യം അമ്മ ഇത്. ഓ ഇതൊന്നും ഇല്ല, അവന് ദേഷ്യം ഇല്ലെന്ന് പറയാല്ലേ. എൻ്റെ ഹബീൽദാർക്ക് വരുമായിരുന്നു, അപ്പോൾ ഒന്ന് കാണുമായിരുന്നു. പിന്നെ വാളും കുന്തമൊക്കെ ഞാനെടുത്ത് ഒളിച്ചു വയ്ക്കുമായിരുന്നു. എൻ്റെ കഴുത്തലങ്ങാണ്ട് വെട്ടിത്തന്നാൽ തീർന്നില്ലേ എൻ്റെ കഥ. ഞാൻ ഒളിച്ച് പാത്ത് പതുങ്ങി വല്ല മൂലയിലും പോയി കഥ പടച്ചിരിക്കുമായിരുന്നു, അത്രയ്ക്കായിരുന്നു. വന്ന എല്ലാവർക്കും ദേഷ്യം. പിന്നെ സഹിക്കാൻ പറ്റുമോ? മക്കളെ ഇച്ചിരി കുറവുണ്ടോ മക്കളെ? സമ്മതിക്കൂല. അത് പോയിരിക്കും, ഉറങ്ങി കഴിയുമ്പം കസിനെടുത്തേ. ഉറങ്ങാനാണെ കട്ടിലേ കിടന്ന് ഉറങ്ങിക്കൂടെ? കളിയോ രാവിലെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങല്ലേ? ഇതൊന്നും നല്ല മടിയന്മാരുടെ ഒരു ശീലമാണ് ഇതൊക്കെ. ഓടൊക്കെ സമയാസമയം മാറ്റണം. നല്ല മഴ പെയ്തപ്പോഴേ എനിക്ക് വന്നു. നമ്മളവിടെ ഒരു രക്ഷയില്ലേട്ടാ. ഇത് ചോർന്ന് കിടക്കണം, നിനക്ക് ഒരു ഉത്തരവാദിത്വമല്ല വന്നു. അളിയോ ഒന്നിങ്ങോട്ട് നോക്കും, ഒരു സന്തോഷം പറയട്ടെ. UP ഇലക്ഷൻ ഇപ്രാവശ്യം ഞങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് മിക്കവാറും ഒരു മാസം അവിടെ പോകേണ്ടി വരും. എല്ലാം എൻ്റെ തലയിലാണെന്നേ. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ പാർട്ടി പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായില്ലേ. അമ്മയുടെ മാമ ഒരു സന്തോഷം പങ്കിടട്ടെ. ഹബീൽദാർ മാമോ, അയ്യോ ഞങ്ങൾ UP പോയിട്ട് പ്രാർത്ഥിക്കണേ. അമ്മോ മാമ ഒരു സന്തോഷം പങ്കിടട്ടെ. അമ്മ എന്താ നിനക്ക് പ്രാന്തണം കളിക്കുന്ന കളിക്കുന്ന നേരിപ്പോ. നിനക്ക് കൊല്ലോളയെന്ന് നേരിട്ട് വേണ തോന്നിയാസം കാണിക്കണേ. നിന്റെ വീട്ടിൽ വന്ന ഇഷ്ടം ഞാൻ പറയണം, അല്ലാതെ ചവിട്ടി കൊല്ലല്ലോ വേണ്ട ആളുകളെ. അമ്മ എന്തോന്ന് കണ്ടായത് കണ്ട ഒരു നല്ല വാക്ക് പറയാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ ചവിട്ടി തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയവൻ. പിന്നെ അവനെല്ലാം പണ്ട് വരുന്ന ആ തലവേദന വീണ്ടും തലവേദന അല്ല, പ്രാന്താണ്, പ്രാന്ത്, മുഴുത്ത പ്രാന്ത്. എവിടെയെങ്കിലും കൊണ്ടിടാമ, അല്ലെങ്കിൽ അവൻ വിചാരിക്കണം അവന്റെ പെങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്ന ഒരാളാണെന്ന്. ആ വിചാരമില്ല അവന്. ഓ നീ അങ്ങ് ഉണ്ടാക്കാ കൊടാടുന്നു വെച്ചിട്ടുണ്ട് കേട്ടാ. ക്ലീറ്റോ ചേട്ടാ ഒന്നും വിചാരിക്കല്ലേ, മുണ്ട് ഞാൻ കഴുകിത്തരാം. അതില്ലെങ്കിൽ നീ എന്നെ കഴിയണം, ഞാൻ തക്കളിയിലെ കൊടുത്തുള്ളൂ. അങ്ങനെ പറയണ്ടായിരുന്നല്ലേ അമ്മേ? എങ്ങനെ മുണ്ട് കഴുകിത്തരാന്ന്? ഞാൻ വെറുതെ ഒരു ഭംഗി വാക്ക് പറഞ്ഞതാ. ഒരുത്തരും ഇവിടെ സമാധാനമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. എന്ത് ദിവസം കാണിക്കാന്ന് വെച്ചാ ചോദിക്കാനും പറയുന്ന ആളില്ല. എന്നെ നോവിച്ചിട്ട് ഒരുത്തരും ഇവിടെ അങ്ങനെ വാഴാന്ന് വിചാരിക്കണ്ട. എനിക്കറിയാം ചെയ്യാൻ. നിങ്ങൾ ഈ പാർട്ടിക്കാരായിട്ട് തല്ലുപിടിക്കാൻ പോണേ എന്ത് കാര്യം? നോക്ക് കണ്ടായത്
കണ്ടോ നീ? എന്റെ ക്ലീറ്റ് ഞാൻ എങ്ങനെ ഇനി വെളുപ്പിച്ചെടുക്കും? ചോദിക്കാൻ എങ്ങനെ വെളുപ്പിക്കുന്നു? നീ വെളുപ്പിക്കണ്ട. ഇത് നിന്റെ ആങ്ങളെ മറ്റേ കെട്ടിയോളുണ്ടല്ലോ, അവളെ കൊടുത്ത് അവള് വെളുപ്പിച്ചു തരും. നീ തുടരുത്. ഇത് ആരെന്ത് ചെയ്തു? ആരും എന്ത് ചെയ്തെന്ന്? അവന് പ്രാന്താടി, മുഴുത്ത പ്രാന്ത്. എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ അവന്. എന്താ പറ്റിയെന്ന് പറയേ. എന്താ പറ്റിയെന്ന്? എന്റെ എടി, ഞാനും മര്യാദക്ക് ആ വീട്ടിൽ പോയി ഒരു സന്തോഷത്തോടെ ഒരു നല്ല കാര്യം പറയാൻ പോയതാ. എന്നെ ചവിട്ടി തള്ളിയിട്ടാൻ. എനിക്ക് ഞാൻ അവിടെ വെച്ചൊന്നും ചെയ്യാതെ അവന്റെ വീട് കയറി അടിച്ചെന്നുള്ള പരാതി വരും. വേണ്ട, എനിക്കറിയാം ചെയ്യാൻ എന്താണെന്നുള്ളത്. എന്താ പറഞ്ഞു ക്ലീറ്റോനവൻ? എന്നെ നീ അത് ചോദിക്ക്, എന്താ പറഞ്ഞു ചെയ്തെന്നൊക്കെ. അമ്മ അവളുണ്ടായില്ലേ? എല്ലാരും ഉണ്ട്. എന്തായിട്ട് എന്ത് കാര്യം? ഞാൻ അവിടെ വന്ന് കയറിയാനായി പോയല്ലേ. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. നീ എന്താണ് ക്ലീറ്റോനെ ചെയ്തത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ക്ലീറ്റോനെ ചവിട്ടാൻ? നീ ആ ചവിനായിരുന്നു. ഞങ്ങക്ക് ഒരുപാട് രാജാവൊന്നും കളിക്കില്ല ഇവിടെ കിടന്ന്. ആരും അത് കാണാനൊന്നും ഉണ്ടാവില്ല. അവനങ്ങോട്ട് കിടന്ന് നിർത്താനൊന്നും പറ്റില്ല. നീ കണ്ടല്ലേ നിന്റെ കെട്ടിയം കാണിക്കുന്ന തോന്നിയാസം? ഞാൻ പൊന്നു പോലെ വളർത്തുന്ന മനുഷ്യനത്. നിനക്കൊന്നും ചവിട്ടി കൂട്ടാനുള്ള ആളൊന്നും അല്ല. കാര്യം കേൾക്കാൻ പറ്റും. എനിക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ എടി, അവന് പണ്ട് വരുന്ന ചെന്നിക്കുത്ത് വീണ്ടും വന്ന് അതിന്റെ തണറിയാമോ നിനക്ക്? അയ്യോ നോക്കട്ടെ. അയ്യോ, എന്നിട്ട് എന്താ എന്നോട് പറയാൻ? ഇത് എപ്പോഴാ വന്നേ? രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ. ഇന്ന് ഏതാണ്ട് അവരുടെ ചീഫ് എഞ്ചിനീയർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി തൊട്ടേ ടെൻഷനായിരുന്നു. ഇവരുടെ ചീഫ് എഞ്ചിനീയർ വരണേ, ഏട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അച്ഛനും. ചീഫ് എഞ്ചിനീയർ എന്റെ ഹബീൽദാർ പേടിച്ചിട്ടൊന്നുമില്ല. എന്റെ അമ്മ ചീഫ് എഞ്ചിനീയറുടെ കാര്യമില്ല, അച്ഛന് ചെന്നിക്കുത്തുണ്ടായിരുന്നില്ലേ, ആ കാര്യ പറഞ്ഞത്. അത് ശരി. അല്ല, ഇനിയിപ്പോ എന്ത് മരുന്ന് എന്തെങ്കിലും കൊടുത്തോ അവന്? മിക്സൊക്കെ പുരട്ടി പിന്നെ തുണിയൊക്കെ നനച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ടൊന്നും കുറയുന്നില്ല. എന്റെ പത്മനാഭ, പണ്ട് ഞങ്ങൾ ലഡാക്കിലായിരുന്ന കാലത്ത് എന്റെ പൊന്നമ്മ ഈ ലഡാക്കിലെ കഥയൊന്നും നിർത്തി. ഏട്ടന്റെ ബൈക്കിന് ഇനിയും കിട്ടും. വേദന ഉണ്ടെന്ന് തോന്നുന്നവന്. ഇതിങ്ങനെ ഇതൊന്നും ചായ കുടിച്ചിട്ട് വിക്സ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, അങ്ങനെ മാറൂല. ഇതിന് വേറെ മരുന്നുണ്ടമ്മ. ഒറ്റമൂലിയാണോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ കൂടെ പഠിച്ച രാഗിണിയില്ലേ, അവളുടെ കെട്ടിയാന്റെ അനിയന് ചെന്നിക്കുത്തുണ്ടായി. കൊച്ചെ മാറിക്കോളും, നീ ഇതാക്കല്ലേ. അപ്പൊ അവര് എന്താണ്ട് ഈ മഞ്ഞളിന്റെ തുണി കൊണ്ട് ഒരു തിരി ഉണ്ടാക്കിയിട്ട് അത് വലിക്കുന്ന ഒരു ചികിത്സ പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചപ്പോ ആ ചെറുക്കന്റെ മാറി, പിന്നെ വന്നിട്ടേ ഇല്ല. അല്ല, നമുക്കത് ചെയ്യാല്ല. അത് എനിക്കറിയാം, ഞാനത് ഉണ്ടാക്കാം. ഓ നോക്കട്ടെ. ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് ഒരു കുത്തേര് ഞാൻ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന വന്നാൽ സഹിക്കണ്ടേ? ഞാനിവിടെ വരട്ടെ? വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം. അവനെ നോക്കിക്കോ. ചുമ്മാ കിടന്ന് വേളം ഉണ്ടാക്കുക. വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെന്താ? മക്കളെ, നമ്മൾ ക്ഷമിച്ചല്ലേ പറ്റത്തുള്ളൂ. ഓ, കൊണ്ടുപോവാ നീ ഇങ്ങോട്ട്. ഇച്ചിരി വെള്ളം മതി. അത്രയൊന്നും വേണ്ട. അമ്മക്ക് പാടായിരിക്കും എടുക്കാൻ. മഞ്ഞൾ എന്തിനാ അമ്മ മുഖത്തിടാനാണ്? മുഖത്തിടാനാണ് ഞാൻ ഈ തുണി തേക്കണം. നീ അറിഞ്ഞ മാമന് വയ്യാതിരിക്കണത്? ഇല്ല. ഇല്ല. എന്ത് പറ്റി? അവന് പണ്ട് വരാറുള്ള പോലെ ചെന്നിക്കുത്ത്. തലവേദന? ഭയങ്കര വേദന. മാമൻ അവിടെ വിഷമിച്ചിരിപ്പുണ്ട്. ഇത് നല്ല മരുന്നാന്ന് പറഞ്ഞു. ചെയ്താലോ പോവോ? മാറും എന്നാ പറയണേ. നോക്കാം. മാമനെ ഭയങ്കര കരച്ചില്, വേദന എടുത്തിട്ട്. മക്കളിതൊരു കാര്യം ചെയ്യണം. ഇത് പുറത്തോട്ട് കൊണ്ടുപോയി ഇതൊന്ന് ഉണക്കണം. നമുക്ക് ഉണക്കിയിട്ട് വേണം ചുരുട്ടി മാമന് ഇതിന്റെ ഈ തലയിൽ വെക്കാനല്ല മോനെ, ഇതിന്റെ പുക മൂക്കിലടുപ്പിക്കണം. അപ്പൊ ആ മൂക്കിൽ കൂടി ഇങ്ങനെ കയറി തലയിലൊക്കെ ചെന്ന് മാറും. ഇത് സാധാരണ മഞ്ഞളല്ലല്ലോ, പിന്നെ ഇത് പച്ചമഞ്ഞൾ അരച്ചതല്ലേ. നമുക്കൊരു കാര്യം ചെയ്ത് ഇതിനകത്ത് മുക്കല്ലേ. അത് എളുപ്പം. മഞ്ഞൾ മാത്രമേ ചുരുട്ടല്ലേ? ഇത് കൊണ്ടുവന്നേ ഉണക്കാൻ വയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് വേഗം കൊണ്ടുവന്ന് മാമന് കൊടുക്കാം.
മക്കളെ ആ ഒരു പേനങ്ങി വന്നേ അടിക്ക്. പേന അവിടെ കാണാം. അതിനകത്തില്ല, ഞാൻ നോക്കി. പിന്നെ ഇല്ല. ഡീഡി അവിടെ എന്താ പരിപാടി? കളിക്കാ. അത് ഉണങ്ങിയോ? ആ ഉണങ്ങി. സൂപ്പർ. ഞാൻ കൊണ്ടുവന്നേ. തരാം. അതെ നിനക്ക് കളിക്കാനുള്ളതല്ല, ആ ചെറുക്കന്റെ അസുഖം മാറട്ടെ. എന്തോന്ന് എടുക്കല്ലേന്ന് പറഞ്ഞ പിന്നെ അത് എന്നത് മരുന്നാന്ന് പറഞ്ഞില്ലേ? എന്ത് കണ്ടാലും അങ്ങ് അതിനകത്ത് പിടിച്ച് അള്ളാനേ നേരമുള്ളൂ. നല്ല രസമുണ്ട് കാണാൻ. ഒന്നെടുത്ത് തിന്നു നീ, രസം ഉണ്ടെങ്കിൽ. എന്താ അമ്മ ഇങ്ങനെ ചുരുട്ടിട്ട് കത്തിക്കുമല്ലേ? മഴ വരുന്നുണ്ടോ? അതെന്തേ? തുണി എടുത്തിട്ട് വന്നേ. എനിക്ക് അമ്മ പോയാണ്. ഇടി കൊച്ചെ, മഴ വന്ന തുണിയൊക്കെ നനഞ്ഞു പോകുന്നു. ഒരുപാട് ഇവിടെ ഇരിക്കട്ടെ, എടുത്ത് കളയരുതേ. മോളെ ആ ഞാൻ മേടിച്ചു. ഞാൻ അമ്മയെന്ന് ഡാഡി ഇതേ ഇവിടെ കുരുമുളക് പൊടി എവിടെ ഇരിക്കുന്നു മക്കളെ? കുരുമുളകാ? ഡാഡിക്ക് തൊണ്ട ഇത് ഒരു അപ്പോൾ ഒരു ഇത് ഇട്ടിട്ട് ഒരു കാപ്പി ഇട്ട് കുടിക്കാനേ ഇച്ചിരി കുരുമുളക് ചുക്കും കുരുമുളകും കൂടെ ഇട്ട് പൊടിയും കൂടെ ഇട്ട് കാപ്പി കുടിക്കണേ. അതിനടിക്കോ? എവിടെ ഉണ്ട്? ഇവിടെ എവിടെ ഉണ്ട്? അവിടെ വെച്ചേ നോക്കട്ടെ. നീ മാമന്റെ തലവേദന അറിഞ്ഞില്ലേ? നോക്ക്, മാമ ആകെ വിഷം വെച്ചിരിക്കണത്. ഇപ്പൊ എന്തേലും ശരിയാണ്. വർത്താനം പറ മാമന്റെ അടുത്ത്. പോയി നോക്കിട്ടല്ലേ ഓ മറന്നു. അയ്യോ, പണ്ടാരം ഭാഗ്യം രണ്ടെണ്ണം വേറെ ഉണ്ടായിരുന്നത്. ഇതെന്താ ഇവിടെ ഇരിക്കണേ? രാവിലെ ചവിട്ടിയതിനാണ് ഇങ്ങനെ കലം പോലെ ഇരിക്കണമെങ്കിൽ കാര്യമാക്കണ്ട. അവന് പാടില്ലാത്തതുകൊണ്ട് വെറുതെ അവനെ കുറ്റം പറയാൻ നിൽക്കണ്ട. എന്തായ്മേ? തിരിയായി. നീ പോയി ഒരു തീപ്പെട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് വന്നേ.
എന്തേ നമുക്ക് ഇതൊന്ന് പിടിക്കാം. വേണ്ട, പിന്നെ വേണ്ട, ചുമ്മാ എന്ത് ചുമ്മാ വേണ്ട, വേഗം കൊണ്ടാടി. ഇവിടെ എന്താ തീപ്പെട്ടി ഉണ്ടാക്കാൻ പോയിക്കണേ? ഇങ്ങ് കൊണ്ടുപോവണ്ട ഇങ്ങോട്ട്. തലവേദന കുറയണ്ടേ? നിരക്ക് പിടിച്ചോ, ഒന്ന് കത്തിച്ചേന്. നല്ലത് കൊള്ളൂട്ടെ. ചുമ്മാ ഇരിക്കും മോനെ, ഒന്ന് കുറയണ്ടേ ഒരു തലവേദന? കയറെടുത്തവനെ കെട്ടിയിടാദ്യം, അതാ നല്ലത്. ഒന്നും മിണ്ടാതിരിക്കേട്ടോ. ഇതങ്ങോട്ട് നല്ലോണം ഒന്ന് അടക്കി വയ്യടാ കാല്. എന്റെ പൊന്നു മോനെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അതെ, നല്ല പുക വരുന്നുണ്ട്. ഇതങ്ങ് അടി. അമ്മ ഒന്ന് പറഞ്ഞമ്മേക്കനെ എന്ത് വഴി കാണിക്കുന്നത്? നല്ലോണം അങ്ങ് വലിക്ക്. ഒരു മൂക്കിൽ അങ്ങോട്ട് ഒരു മൂക്കിൽ വിട്ട് മതി, വിട്ട് മതി. ഒരു കുഴപ്പമില്ല. കിട്ടുന്നുണ്ടോ? ഇതിലോട്ട് വെച്ചോളൂ, ഇതിലോട്ട്. ദൈവത്തിനൊക്കെ വിചാരിക്കും. മാറട്ടെ വേഗം. എങ്ങനെയുണ്ട് മക്കളെ? കാറ്റ് എങ്ങനെയുണ്ട് കേട്ടാ? ഒറ്റമൂലി നല്ല മരുന്നാന്ന് പറയാം. പിന്നെ അതൊക്കെ ഇപ്പൊ മാറും. കണ്ട വേർക്കണുണ്ട്. കാറ്റ് ഞാൻ അപ്പുറത്ത് നിൽക്കട്ടെ. കാറ്റ് എങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പൊ? ആശ്വാസം ഇല്ലേ? വലിച്ചോ, ഇച്ചിരി കൂടി വലിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, ആ ചെറുക്കൻ ഇതേപോലെ ഭ്രാന്ത് പിടിച്ചതൊക്കെ കൊണ്ടുവയ്ക്കും. ഇതൊന്നും മരുന്നാ മാറൂല. കേട്ടോ, നല്ല ഒന്നാന്തരം മരുന്നാ. ഇനി എന്തെങ്കിലും വന്ന് അവനങ്ങോട്ട് തലകറക്കവും വേദനയും വ്യാധിയും. എൻ്റെ പൊന്നെ, സഹിക്കാൻ പറ്റത്തില്ലടി, അതല്ലേ മാറിയണ്ട. കട്ടൻ കിട്ടട്ടെ, അതും കൂടി ആകുമ്പോ സുഖം ഉണ്ടാവും. അത് കളയരുത്, വലിച്ചു തീർക്കണം. എന്നാ കട്ടൻ കിട്ടാം. വാമേ, ഇത്രയും കാര്യമുള്ള എൻ്റെ പൊന്നെ. വലിച്ചോണ്ടിരിക്കണം കേട്ടോ മക്കളെ. കൊള്ളാം. എന്ത് തോന്നുന്നു? നല്ല സുഖം. അല്ല, ഇത് വലിക്കുമ്പോൾ വേറെ എരിവ് പോലെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വല്ല ഇതുണ്ടോ? വേറെ സുഖം. നമ്മള് വാറ്റടിക്കൂലേ അളിയാ? അപ്പൊ ഒരു കിക്ക് ഉണ്ടാവൂലേ? അതുപോലെ സുഖം. ഉറങ്ങിപ്പോയാ കനക? ഈ കട്ടനും കൂടി കുടിച്ചു കഴിയുമ്പോ നല്ല സുഖാവും. അയ്യോ ക്ലീറ്റോ, 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 എന്താ എന്താ പറ്റേ? ക്ലീറ്റോ, അതവിടെ ഇത് മുളക് പൊടി, കുരുമുളകിന്റെ പണം. കുരുമുളക് നീ എന്താ ചെയ്തത്? ഇതിനകത്ത് കുരുമുളക് ചുരുട്ടി വലിച്ച എന്തിന്? എന്തിന്?
ലഹരി രണ്ട് തുമ്മ തുമ്മ